പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹാധ്യാപകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് കൂട്ടുകാർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ ജന്മദിനത്തിൽ രാജ്യത്തെ അധ്യാപകരെ ആദരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുക എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അങ്ങനെയാണ് 1962 മുതൽ സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരൊക്കെയാണ്? അച്ഛനമ്മമാർ കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും അതവരുടെ പ്രിയ അധ്യാപകർ തന്നെയാണ്. പ്രശസ്ത കവി കബീർദാസിനോട് ഒരിക്കൽ ഒരു സ്നേഹിതൻ ചോദിച്ചു, അല്ലയോ കബീർദാസ്, ദൈവവും ഗുരുനാഥനും ഒരേ സമയം അങ്ങേക്ക് മുന്നിലെത്തിയാൽ താങ്കൾ അതിൽ ആരെയാണ് ആദ്യം വന്ദിക്കുക? ഒട്ടും തന്നെ ചിന്തിക്കാതെ കബീർദാസ് പറഞ്ഞു, ഞാൻ ഗുരുനാഥനെ വന്ദിക്കും. കാരണം ദൈവത്തിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തന്നത് ഗുരുനാഥനാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് നല്ല അധ്യാപകർ. നിങ്ങൾക്ക് CV രാമനെ ഓർമ്മയില്ലേ? ഫിസിക്സിൽ 1930 നൊബേൽ പ്രൈസ് നേടിയ ഇന്ത്യയുടെ അഭിമാനമായ CV രാമനെ ആർക്കാണ് മറക്കാൻ സാധിക്കുക? 1954 രാഷ്ട്രം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, C രാജഗോപാലാചാരി, സർ CV രാമൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ 3 പ്രതിഭകൾക്കാണ് 1954 ഭാരതരത്നം പ്രഖ്യാപിച്ചത്. ജനുവരി അവസാന ആഴ്ചയിൽ റിപ്പബ്ലിക് ദിനാഘോഷം കഴിഞ്ഞാണ് അവാർഡ് ദാന ചടങ്ങ്. അവാർഡ് ദാന ചടങ്ങിൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ തൻ്റെ അതിഥിയാകണമെന്ന് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാമനെ അറിയിച്ചു. തൻ്റെ ശിഷ്യയുടെ റിസർച്ച് പ്രബന്ധം സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി അവസാന ആഴ്ചയിലായിരുന്നു. ആ സമയം ഗൈഡായ ഞാൻ അവൾക്കരികിലില്ല എങ്കിൽ ശിഷ്യയുടെ 1 വർഷം നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ രാമൻ എന്ന അധ്യാപകൻ സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിച്ചു. ഭാരതരത്നം രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അത് സ്വീകരിക്കുക എന്നത് അഭിമാന മുഹൂർത്തം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥിനിയുടെ സമയത്തിനാണ് എന്ന് വിനയാന്വിതനായി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ രാമൻ അറിയിച്ചപ്പോൾ ആ പ്രഥമ പൗരൻ പോലും രാമൻ എന്ന അധ്യാപകൻ്റെ മനസ്സിനു മുന്നിൽ വണങ്ങുകയായിരുന്നു. ആരായിരിക്കണം നല്ല അധ്യാപകൻ എന്ന ചോദ്യത്തിന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഇപ്രകാരമാണ്: അധ്യാപകനൊരു നിർമ്മാണശാലയാണ്, കഠിനാധ്വാനിയും വിശാല മനസ്കനുമാണ്, കെട്ടിനിൽക്കുന്ന ജലാശയത്തിന് പകരം ഒഴുകുന്ന അരുവിയാണ്. സ്നേഹം, വാത്സല്യം, പിന്തുണ, പ്രോത്സാഹനം, അറിവ് എന്നിവ ആവോളം നൽകി ആകാശത്തോളം തൻ്റെ ശിഷ്യരെ ഉയർത്താൻ കഴിയുന്ന ആളാകണം അധ്യാപകർ. ലോകത്തെ വിസ്മയങ്ങൾ തീർത്ത, ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭകളെ നോക്കിയാൽ മിക്കവരെയും അത്തരത്തിൽ പരിവർത്തനം ചെയ്തതിന് പിന്നിൽ ഒരു അധ്യാപകൻ കൂടി ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ വിദ്യാലയത്തിൽ ചേർത്തപ്പോൾ അധ്യാപികയ്ക്ക് എഴുതിയ കത്ത് ഏറെ പ്രശസ്തമാണ്. അതിൽ ലിങ്കൺ പറയുന്നത് ഇങ്ങനെയാണ്: അധ്വാനിച്ച് കിട്ടുന്ന 1 രൂപ വെറുതെ കിട്ടുന്ന 5 രൂപയേക്കാൾ മൂല്യമുള്ളതാണെന്ന് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം. വിജയത്തിൽ ആഹ്ലാദിക്കാൻ കഴിയുന്നതോടൊപ്പം പരാജയത്തെ അഭിമുഖീകരിക്കാനും അവനെ പരിശീലിപ്പിക്കണം. പുസ്തകങ്ങളാണ് അറിവിൻ്റെ വാതായനങ്ങൾ. പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്താനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറെ പ്രസക്തമാണ് ഈ നിർദ്ദേശങ്ങൾ. വീടാണ് വിദ്യാലയം, അച്ഛനമ്മമാരാണ് നല്ല അധ്യാപകർ. ഇത് ഗാന്ധിജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാഗ്യം ചെയ്ത മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. സ്കൂളിലും വീട്ടിലും നിങ്ങൾക്ക് അധ്യാപകരുണ്ട്. നിങ്ങളുടെ പ്രിയ ഗുരുനാഥന്മാരെ ഓർത്തുകൊണ്ട് വീട്ടിലെ അധ്യാപകരായ അച്ഛനമ്മമാരെ ബഹുമാനിച്ചും അനുസരിച്ചും നല്ല വിദ്യാർത്ഥികളാകാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. എല്ലാ മക്കൾക്കും എൻ്റെ അധ്യാപക ദിനാശംസകൾ നേരുന്നു.